പുട്ടിൻ്റെ കൂടെ ഇതുവരെ കഴിക്കാത്ത ഒരു പുതിയ കറി, ശർക്കര ചേർത്ത് മധുരം വരുത്തിയ ഒരു മാമ്പഴക്കറി. പുട്ടും ഈ മധുര മാമ്പഴക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലൊരു കോമ്പിനേഷൻ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഈ പാനിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്നുകൂടെ വെന്ത്, അതായത് ഈ പാനി ഇതിൻ്റെ അകത്ത് പിടിക്കണം, മധുരം നന്നായിട്ട് ഈ മാങ്ങയിൽ പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മട്ടയരിയുടെ വറുത്ത പൊടിയാണ്. ആദ്യം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം. കൂടുതൽ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വരെ ഇരുന്നാലും കുഴപ്പമില്ല. നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇങ്ങനെ കിടന്ന് നിർത്തേണ്ട ഒരു കുഴപ്പമില്ല. ഇതിന് 3 പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത 3 മാങ്ങ. ഇത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. 1 കപ്പ് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, കായം, ഉപ്പ്, നെയ്യ്. നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കറിലേക്ക് വെക്കാം. മാങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇത് 3 വിസിൽ, 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. ഇപ്പോൾ ഈ മാങ്ങ വെന്തിട്ടുണ്ട്. അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം. ഇപ്പോൾ ഈ മാങ്ങ തൊലി പൊളിച്ചൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടുപ്പ് കത്തിച്ച് അടുപ്പേ വെച്ച് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ഇനി ഈ പാനിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്നുകൂടെ വെന്ത്, അതായത് ഈ പാനി ഇതിൻ്റെ അകത്ത് പിടിക്കണം, മധുരം നന്നായിട്ട് ഈ മാങ്ങയിൽ പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഈ പാനി ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഈ മധുരം ബാലൻസ് ചെയ്യാനായിട്ടൊരു 2 നുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ ഉലുവാപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് പകുതി ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. അതേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ മാങ്ങയിലൊക്കെ പിടിച്ച്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനൊന്ന് കടുക് താളിക്കണം. അത് ഞാൻ നെയ്യിലാണ് കടുക് താളിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർക്കാം. കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവായും കൂടെ ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഈ ചൂടിൽ കിടന്ന് മൂട്ടാൽ മതി. ഇത് നമുക്ക് ഈ മാങ്ങാക്കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടിന് കുഴച്ച് വെച്ചേക്കുന്നത് കണ്ടോ? അന്നേരം അത്രയും വെള്ളം ഉണ്ടായിരുന്നതല്ലേ. അപ്പം എന്തെങ്കിലും നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്.
തേങ്ങായും കൂടെ ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് കുഴക്കാൻ മേലാത്തതുകൊണ്ട് ഞാനൊരു വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ള നനവുണ്ട്. ഇനി ഇതിലേക്ക് പകുതി തേങ്ങായും കൂടെ ചേർക്കാം. ഞാൻ ഈ പുട്ടിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ പകുതി തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള നനവായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാൻ ഇതുപോലത്തെ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങ അടിയിലിട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് പൊടി എടുത്താലും നമുക്ക് ഏകദേശം ഒരു 3 കുറ്റി പുട്ടോളം കിട്ടും ഈ ചെറിയ കുറ്റിക്ക്. നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 6-7 മിനിറ്റ് വേണം, മട്ടയരിയുടെ പൊടി ആയതുകൊണ്ട്. ഇപ്പോൾ ഒരു 7 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. ആ പുട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ മധുരമുള്ള മാങ്ങാക്കറിയും കൂടെ പിന്നെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഉറപ്പ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊരു കറി കൂട്ടി പുട്ട് കഴിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ രുചിയുള്ള ഒന്നാണ് ഈ പുട്ടും മാങ്ങായും കൂടെ. പുട്ടും മധുര മാമ്പഴക്കറിയും ഇതുപോലൊരു കോമ്പിനേഷൻ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.